നിരത്തുകളിൽ അപകടം എല്ലായിടത്തും പതിയിരിക്കുന്നുണ്ട്. അശ്രദ്ധയാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ മാത്രമല്ല, എതിർദിശയിൽ വരുന്ന ആളോ അല്ലെങ്കിൽ നമ്മുടെ അതേ ദിശയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും എല്ലാ യാത്രക്കാരും ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കണം, യാത്ര ചെയ്യണമെങ്കിൽ അപകടരഹിതമായ ഒരു പൊതുനിരത്ത് നമുക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയുകയുള്ളൂ. എങ്കിലും അശ്രദ്ധ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. മനുഷ്യന് സംഭവിച്ചു പോകും. പക്ഷേ ഈ ക്ഷണിച്ചു വരുത്തുന്ന ചില അപകടങ്ങളുണ്ട്. ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ, ഇപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിൻ്റെ വിയോഗം, അത് അശ്രദ്ധയല്ല, മറ്റൊരു ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ്. അയാൾ പെട്ടെന്ന് ട്രാക്ക് മാറി ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയപ്പോഴുണ്ടായ അപകടമാണ്. അത് എന്താണ്, ക്ഷണിച്ചു വരുത്തിയ അപകടമല്ല, അത് ഒരു റിയൽ അപകടമാണ്. പക്ഷേ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് നോക്കുക. ഒരു ടൂ വീലർ ഒരാൾ ഓടിച്ചു പോവുകയാണ്. ഒരു കൈക്കുഞ്ഞിനെ ഒക്കത്ത് വച്ചിട്ടാണ് ഈ മനുഷ്യൻ വണ്ടി ഓടിക്കുന്നത്. കൈക്കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുഞ്ഞ്. ഇതുപോലത്തെ കാഴ്ചകൾ നിങ്ങളും ധാരാളം കണ്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, ഓച്ചിറ, വവ്വക്കാവ് ആ ഭാഗത്തൊക്കെ പൊക്കഴിഞ്ഞാൽ സ്കൂട്ടറിന് നടുവിൽ വണ്ടി ഓടിക്കുന്നത് ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, എൻ്റെ പിന്നിലിരിക്കുന്നത് ഭർത്താവായിരിക്കാം, ബന്ധുവായിരിക്കും. ഇവർ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ വാഹനത്തിന് ടൂ വീലറിൻ്റെ സീറ്റിൽ നടുഭാഗത്തായിട്ട്, സെൻട്രൽ ഭാഗത്തായിട്ട് നിർത്തിക്കൊണ്ട് പോകുന്നത് കാണാം. ഇതുപോലെ തന്നെ കയ്യിലെടുത്തുകൊണ്ട്, കയ്യിലോ അല്ലെങ്കിൽ മടിയിലോ ഇരുത്തിക്കൊണ്ട് വാഹനം ഓടിക്കുന്ന അവസ്ഥ. കുഞ്ഞുങ്ങൾ കാല് ഉറച്ച്, കാല് നീളത്തിലുണ്ടെങ്കിൽ നീളവും മുകളിൽ പിടിക്കാൻ ഹാൻഡിലിൻ്റെ മുകളിൽ തന്നെ, അതായത് നമ്മൾ ടൂ വീലറിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ തന്നെ കുട്ടികൾക്ക് പിടിക്കാൻ വേണ്ടി ഒരു ഹാൻഡ് ബാർ കൂടി വയ്ക്കാറുണ്ട്. അതുപോലെ അവിടെ പിടിക്കാൻ പാകത്തിന് കുട്ടിക്ക് ഉയരമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുട്ടിയെ സെൻറ്ററിൽ ഇരുത്തിക്കൊണ്ടുപോകാം. അതിനാണ് അനുവാദം ഉള്ളത്. 4 വയസ്സിന് ശേഷം ഹെൽമറ്റ് വയ്ക്കണമെന്നുകൂടി മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധം പിടിക്കുന്നുണ്ട്, അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചിലരൊക്കെ ഹെൽമറ്റൊക്കെ വച്ചു പോകുന്നത് കാണാം. പക്ഷേ ഈ പറക്കമറ്റാത്ത പിഞ്ചോമനകളെ ഈ യാത്ര ഒന്ന് കണ്ടു നോക്കും. ഇയാൾക്ക് കടയിൽ പോകണം. ഇത് അപ്പനാകാം, ചിലപ്പോൾ ബന്ധുക്കളാകാം, കൊച്ചപ്പനാകാം, ആരെങ്കിലും ആകാം. കുഞ്ഞിനോടുള്ള അമിത സ്നേഹമാണ്. ചിലപ്പോൾ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകാം, വീട്ടിൽ നിന്ന് കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കാൻ വേണ്ടിയാണ് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് എന്ന് ഇയാൾ വേണമെങ്കിൽ ന്യായീകരിക്കാം. ന്യായീകരണം പല വിധത്തിലുണ്ട്. പക്ഷെ അപകടം വരുമ്പോൾ ഇങ്ങനത്തെ ഇമാതിരി ന്യായീകരണങ്ങൾക്ക് വിലയില്ലാതാവും. ഇയാൾക്ക് ആ പലചരക്ക് കടയിലോ, നിങ്ങൾ ആ സ്റ്റോർ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ, അവിടെ വന്ന് സാധനം വാങ്ങണം. ഇയാൾക്ക് തനിച്ച് വന്ന് വാങ്ങിപ്പോയാൽ മതി. ഈ അടുത്തെങ്ങാനും വീടെങ്കിൽ കുഞ്ഞിനെ കൂടി കൊണ്ടുപോകണമെങ്കിൽ ഇയാൾക്ക് നടന്നു പോകാമായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ട് ഇയാൾക്ക് തനിച്ച് വരാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ കുഞ്ഞിനെ കൊണ്ട് സർക്കസ് കാണിക്കുകയാണ്. ഇത് മോട്ടോർ വാഹന വകുപ്പ് ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കർശന നിയമ നടപടി സ്വീകരിക്കണം. ഞാൻ ഈ അടുത്ത് കേരള പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പരസ്യങ്ങൾ കണ്ടിരുന്നു. അവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകരുത് എന്ന്, ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ വച്ച് തന്നെ നിർദ്ദേശവും കൊടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾക്ക് അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു പരസ്യം കൂടിയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപകടമാണ്. അതുപോലെ കാൽനട യാത്രക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും റോഡിലൂടെ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ടു പോകാതെ നിങ്ങളുടെ റോഡിന് താഴെ ആയിരിക്കണം എപ്പോഴും കുട്ടി ഉണ്ടാവുക. വാഹനങ്ങൾ വരുന്ന ഭാഗത്ത് കുട്ടികളെ നടത്തിക്കൊണ്ടു പോകരുത്. അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി പുറത്തു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ കൈ എപ്പോഴും നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിയമങ്ങളായും നിർദ്ദേശങ്ങളായും തന്നെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തായാലും ദൗർഭാഗ്യവശാൽ ഇതാരും അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കാണുന്നില്ലേ നിങ്ങൾ?